ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 24 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാമാണ്? 4 കഷ്ണങ്ങളുടെ ഭാരമോ 6 കഷ്ണങ്ങളായാലോ? അപ്പോൾ ഒരു മത്തങ്ങ അതിന് 4 ഭാഗങ്ങളാക്കിയാൽ 4 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും 1/4 കാൽ ഭാഗമാണ്. അപ്പോൾ എന്താ ചോദ്യം? 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം എടുത്താൽ ഇത് പകുതിയാണ് വരിക, ഹാഫ് 1/2. അപ്പോൾ 1/4 കൂട്ടണം 1/4, കാലും 2 2/4. 2/4 ലഘൂകരിച്ചാൽ, അതായത് 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം, 1/2. അപ്പോൾ 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം 1/2 കിലോഗ്രാം. 4 കഷ്ണങ്ങളായാലോ? 4 കഷ്ണം എന്ന് പറയുമ്പോൾ മൊത്തത്തിലാവും. 1/4 കിലോഗ്രാം ഓരോ ഭാഗവും 1/4 കിലോഗ്രാം ആകുമ്പോൾ 4 കാലുകൾ കൂടിയ 1, അപ്പോൾ 1 കിലോഗ്രാം. 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4. 1 2 3 4 4/4. 4/4 എന്ന് പറഞ്ഞാൽ 4ൽ 4 ഭാഗവും, അതായത് 1 കിലോഗ്രാം. ഇനി 6 കഷ്ണങ്ങളായാലോ? 4 കഷ്ണങ്ങൾ 1 കിലോഗ്രാം. പിന്നെ 2 കഷ്ണങ്ങൾ 1/2 കിലോഗ്രാം. അപ്പോൾ 1ഉം 1/2യും 1.5 കിലോഗ്രാം. 6 കഷ്ണങ്ങൾ 1.5 കിലോഗ്രാം. 2 കഷ്ണങ്ങൾ 1/2 കിലോഗ്രാം. 4 കഷ്ണങ്ങൾ 1 കിലോഗ്രാം. അപ്പോൾ 6 കഷ്ണങ്ങൾ 1.5 കിലോഗ്രാം. അല്ലെങ്കിൽ നമ്മൾ 1/4 കൂട്ടണം 1/4, അങ്ങനെ 6 പ്രാവശ്യം എഴുതി കൂട്ടണം. 1 2 3 4 5 6 സമം 6/4. 6/4 എന്ന് പറഞ്ഞാൽ 6ൽ എത്ര പ്രാവശ്യം പോകും? 4 ഒരു പ്രാവശ്യം. ബാക്കി എത്രയാണ്? 2. അപ്പോൾ 1 2/4. 2/4 ലഘൂകരിച്ചാൽ 1/2. അപ്പോൾ 1.5 കിലോ. ഇനി രണ്ടാമത്തെ കണക്ക് നോക്കാം. ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറക്കാം? 4 കപ്പിലോ? ഒരു കപ്പിൽ 1/3. അപ്പോൾ 2 കപ്പിൽ 3/1 ലിറ്റർ, 3/1 എന്ന് പറഞ്ഞാൽ 1/3 ലിറ്റർ. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നടക്കാം? അപ്പോൾ 1/3 + 1/3 സമം 2/3. 2/3 ലിറ്റർ. 4 കപ്പിലോ? അപ്പോൾ 1/3 + 1/3 + 1/3 + 1/3. 1 2 3 4 4/3. 4/3 എന്ന് പറഞ്ഞാൽ അംശം വലുതാണ് അല്ലേ? അപ്പം പിന്നെ മാറ്റണം. 4ൽ 3 ഒരു പ്രാവശ്യം, ബാക്കി 1 1/3. 1/3 ലിറ്റർ പാൽ നിറക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്ററാണ്? 5 കഷ്ണമായാലോ? 3/4 മീറ്റർ നീളം വീതമുള്ള 4 കഷ്ണങ്ങൾ. 4 കഷ്ണങ്ങൾ കൂട്ടിയാൽ ആകെ എത്ര? അപ്പോൾ 1 2 3 4 4 3/4. 1 2 3 4 3 12. 12/4. 12/4 എന്ന് പറഞ്ഞാൽ 12ൽ എത്ര 4 ഉണ്ട്? 3. അപ്പോൾ 3 മീറ്റർ. 5 കഷ്ണങ്ങളായാലോ?
അപ്പോൾ 3 മീറ്ററും അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയായി 3 3/4 മീറ്ററിന് കിട്ടും. 5 കഷ്ണമാകുമ്പോൾ 4 കഷ്ണം 3 മീറ്ററാണ്. അപ്പോൾ 5 കഷ്ണം 3/4 മീറ്റർ. അല്ലെ ഒരു പ്ലസും കൂടി ചെയ്തിട്ട് ചെയ്യാം. പ്ലസും കൂടി ചെയ്തിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 3/4 3/4 3/4 3/4 3/4 1 2 3 4 5 3 15 15/4 15-ൽ 4 3 പ്രാവശ്യം ബാക്കി 4 12 കഴിച്ച് 3 ബാക്കി 3/4 അതെ 3/4 മീറ്റർ. ഇനി നാലാമത്തെ കണക്ക്. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. അതായത് കാമണിക്കൂർ സമയം ഒരു ചുറ്റും നടക്കാൻ. ഇതേ വേഗതയിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? 7 പ്രാവശ്യം നടക്കാനോ? അപ്പോൾ ഒരു പ്രാവശ്യം നടക്കാൻ 1/4. ഇതേ വേഗതയിൽ 4 പ്രാവശ്യം നടക്കാൻ 1/4 1/4 1/4 1/4. അപ്പം 4/4. അപ്പോൾ 1 മണിക്കൂർ വേണം. 7 പ്രാവശ്യമാണെങ്കിലോ 1/4 7 പ്രാവശ്യം കൂട്ടണം. 1 2 3 4 5 6 7. അപ്പോൾ 7/4 7/4 എന്ന് പറഞ്ഞാൽ 7-ൽ 4 ഒരു പ്രാവശ്യം ബാക്കി 3 7 3/4 കിട്ടും. 1 3/4 കിട്ടും. 7/4 എന്ന് പറഞ്ഞാൽ 1 3/4. അതായത് 1 മണിക്കൂറും 1/4 മണിക്കൂർ സമയം വേണം. അപ്പോൾ ഇത് എളുപ്പ രീതിയിൽ കണ്ടുപിടിക്കുന്ന വഴി എന്താണ്? ഇങ്ങനെ കൂട്ടിയെടുക്കുന്നതിന് ബദല് നമുക്ക് എന്ത് ചെയ്യാം? 1/4 × 7 ചെയ്താൽ മതി. 7/4 കിട്ടും. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.